പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നിങ്ങളോട്. അതായത് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും KYC ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്ന് ഈ മാസം അവസാനിക്കാൻ ഇനി 2-3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഏതായാലും പെട്ടെന്ന് ഈ മാസം കഴിയുന്നതോട് കൂടിയിട്ട് KYC ചെയ്യാത്ത ആർക്കും തന്നെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ KYC ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും വിശദാംശങ്ങൾ വരിക, ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെയാണ് അതിൽ വന്നിട്ടുള്ള NMMSൽ നമ്മളെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടാവുക, കൂടുതൽ വിശദാംശങ്ങളുമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ചെറിയൊരു മാറ്റം അതാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഇപ്പോൾ ഏകദേശം 10,000-ഓളം 8,000 സംതിങ് 9,000 അടുപ്പിച്ചായി. അപ്പോൾ ഇനി 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ആൾക്കാർ കൂടെ വേണ്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യാം. പക്ഷേ അതിന് മുന്നോടി നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് പേജിലേക്കാണ് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പേജ് ആകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റും. എഴുതിക്കൊണ്ട് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ അകത്തുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ തന്നെ എഴുതി അത് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചെയ്യേണ്ട മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ എളുപ്പമാകും ഫേസ്ബുക്ക് പേജ് ആകുമ്പോൾ. അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് എനിക്ക് സംവദിക്കാൻ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനും നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്ക് പേജാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റപ്പെടാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും നാൾ നിങ്ങളുമായിട്ട് സംവദിച്ചു. നിങ്ങൾക്ക് പിന്നെ ഞാൻ മുന്നോടിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് പിന്നെ ബ്ലോക്ക് തലത്തിലുള്ളായാലും പഞ്ചായത്ത് തലത്തിലുള്ളായാലും മറ്റ് ഓൺലൈനിൽ നിന്നുള്ളായാലും എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. അത് ഫേസ്ബുക്കിലാണ് എന്ന് മാത്രം. അപ്പോൾ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഞാനിത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് പേജിൻ്റെ പിന്നെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് കയറുക, നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒന്ന് ഫോളോ ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, എല്ലാവർക്കും ഞാനിടുന്ന കാര്യങ്ങളൊക്കെ ഇനി മുതൽ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ പരമാവധി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇതാക്കുന്നു വേണ്ട. പിന്നെ ഇത് നിങ്ങൾക്ക് അതേപോലെ തന്നെ തുടരാം. കാരണം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് കൂടുതൽ സൗകര്യപ്രദം. ഇപ്പോൾ എന്നെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഫേസ്ബുക്കിൽ ചെയ്യുന്നതിനേക്കാൾ യൂട്യൂബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫേസ്ബുക്കായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയത്തിന് മറുപടിയും കാര്യങ്ങളും അതേപോലെ തന്നെ ലൈവ് വരാനൊക്കെ എനിക്ക് എന്ത് ചെയ്യുക, ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനൊക്കെ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫേസ്ബുക്ക് ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ടീംസിനോടൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഫേസ്ബുക്കാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഒരു പിന്നെ ലൈവിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഓഫീസേഴ്സ്മാരായാലും മറ്റുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്നുള്ള നിരക്കൊക്കെ തരാൻ പറ്റും. അതേപോലെ ഇനി വിപുലമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത് നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ എല്ലാവരും KYC ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇനിയും കിട്ടാത്ത ആൾക്കാരുടെ കഴിവതും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, KYC ചെയ്യണം. കാരണം ഇനി ദിവസങ്ങൾ മാത്രമേ ഈ മാസം ബാക്കിയുണ്ടാകാൻ. അടുത്ത മാസത്തെ മസ്റ്റർ അടിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഇന്ന് ഇപ്പോൾ പിന്നെ കഴിവതും പെട്ടെന്ന് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും ബാക്കി ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ ഫോട്ടോ ആധാർ ലിങ്ക് ചെയ്യാത്ത ആൾക്കാർ, പിന്നെ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും പ്രശ്നമുള്ള ഫേസ് കിട്ടാത്ത ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആയിരിക്കും. ബാക്കി എല്ലാവരും സാധാരണ നോർമലി എല്ലാവരും ലിങ്ക് ചെയ്ത ആൾക്കാരും മറ്റവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ കഴിവതും പെട്ടെന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, ലിങ്ക് ആക്കുക, അല്ലെങ്കിൽ പിന്നെ KYC പിന്നെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിന്നെ
സാധാ മോഡിൽ എടുത്തിട്ട് കിട്ടുന്നില്ല, സെൽഫി മോഡിലേക്ക് എടുത്തിട്ട് വെരിഫൈഡ് എന്നുള്ള ടിക്ക് മാർക്ക് വരുന്നുണ്ടോ, പച്ച ടിക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാനൊരു പ്രാവശ്യം പറയാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. അടുത്ത മാസത്തെ മാസ്റ്റർ റോൾ അടിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണോ, നിങ്ങളത് ടിക്കായിരിക്കണം. അടുത്ത മാസ്റ്റർ റോൾ അടിക്കുന്നതിന് മുന്നേ ഓരോ മേറ്റുമാർ ശ്രദ്ധിക്കുക, അവരുടെ തൊഴിലാളികൾ ആരെങ്കിലും വെരിഫൈ ആവാത്തവരുണ്ടോ, ഈ KYC കംപ്ലീറ്റ് ആവാത്തവരുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ നിങ്ങളെന്ത് കാര്യം ചെയ്യാന്ന് ചോദിച്ചാൽ, ഇപ്പം ദയവായിട്ട് ഞാനുമായിട്ട് ഇനി എൻ്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കണം. നമ്മുടെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. കാരണം ഇനി വരാൻ പോകുന്നതൊക്കെ ഞാൻ അതിലേക്കാണ് പിന്നെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിലുണ്ടാവും എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, യൂട്യൂബിലുണ്ടാവും. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാനും, അതേപോലെ നിങ്ങളെ ഫോട്ടോസ്, നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരണമെങ്കിലും, പിന്നെ നിങ്ങളെ കാര്യങ്ങൾ എഴുതി അറിയിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ലൈവ് വരാൻ വേണ്ടിയിട്ടും, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഈ യൂട്യൂബിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് യൂട്യൂബിൽ തന്നെ തുടരുക. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ്ബുക്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യും, നമ്മൾ പുതിയ കിട്ടുന്ന അപ്ഡേഷനൊക്കെ ഫേസ്ബുക്കിലേക്ക് വരും. അതേപോലെ തന്നെ നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അല്ല അതിൽ ഇന്ന് ചെയ്യേണ്ട വിശദാംശങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ ടൈപ്പ് ചെയ്തിനോട് ചോദിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് യൂട്യൂബിലാകുമ്പോൾ. മറ്റേതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, സംവദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളെന്ത് കാര്യങ്ങൾ വരാൻ പോകുന്ന വിശദാംശങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഉടനെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ NMMS ആപ്പിൻ്റെ അകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഈ KYC ചെയ്യുന്നതോടുകൂടിയിട്ട് ഇനി നമ്മൾ ഫോട്ടോ ടിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫുൾ ഈ KYC ചെയ്ത ആൾക്കാരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഏഡാവും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ ടിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെന്തുണ്ടാവും, അവർ ആധാർ ഒതൻറ്റിഫിക്കേഷൻ റെഡിയായ ആൾക്കാരതൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ശരി, നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് ആ വീഡിയോ ഫേസ്ബുക്കിലൂടെ കാണാം. ഇനി മുതൽ നമ്മൾ ഫേസ്ബുക്കിൽ കൂടുതൽ ഉണ്ടാവും. യൂട്യൂബ് ആരും ഒന്നും ചെയ്യേണ്ട, ഇതേപോലെ തന്നെ വരാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂട്യൂബിൽ അതേപോലെ തന്നെ കിടക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് സാധാരണ പോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് ലൈക്ക് അടിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നിങ്ങൾ അതൊന്ന് ചെയ്തു വെക്കുക. കാരണം നമ്മളെ ഇതിൽ പിന്നെ വളരെ ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ 10,000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. എല്ലാവരും ചെയ്ത കാര്യത്തിന് നല്ല നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും നിങ്ങളിത് എല്ലാവരുടെയും വീഡിയോയിൽ എത്തിക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തൊട്ട് താഴെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയാലോ, അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ലിങ്ക് ഫേസ്ബുക്ക് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതെടുക്കുക, എന്നിട്ട് ആ ഫോളോ എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഡെയിലി എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യുക, ഒരു ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വിശദമായിട്ടുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ള മാറ്ററുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു പേജായിട്ട്, ആ പേജിൻ്റെ പേര് തന്നെ നമ്മൾ ഇതേ പേര് തന്നെയാണ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് തന്നെയാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ പേജിലൂടെ ഇനി കൂടുതൽ പിന്നെ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ നമ്മുടെ ഫാമിലി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഫേസ്ബുക്ക് പേജ് ഇന്ന് തന്നെ എല്ലാവരും കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ദയവായിട്ട് പോവുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ KYC കിട്ടാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, കഴിവതും പെട്ടെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിവതും പെട്ടെന്ന് പോയിട്ട് ഈ KYC അക്ഷയ പോയിട്ടോ പഞ്ചായത്തിൽ പോയിട്ടോ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇനി എങ്ങനെയൊക്കെയാണ് പുതിയ NMMS ഈ KYC ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്, കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് വരാം. ഓക്കെ, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.